നിങ്ങൾക്കറിയുമോ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഏകദേശം 900 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. കലയെയും സാഹിത്യത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിലാണ് ഈ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ ഈ പ്രസിദ്ധമായ പൂവത്തൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. 18 ദേവീദേവന്മാർ കുടികൊള്ളുന്ന ഒരു പുണ്യസ്ഥലമാണിത്. ക്ഷേത്ര രീതിയിലും കാവ് രീതിയിലും ഇവിടെ ആരാധന നടത്തിവരുന്നു. മകരമാസത്തിലെ അവസാന ദിവസം കലംകരിയും സർപ്പബലിയും കൊടിയേറ്റവും ആചരിച്ചു വരുന്നു. കൊടിയേറ്റം കഴിഞ്ഞ് 15 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ഇവിടുത്തെ പ്രദേശവാസികൾ ഈ മഹാ ഉത്സവത്തെ വരവേൽക്കുന്നു. ഈ വരുന്ന ഫെബ്രുവരി 27, 28 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദേവന്റെ മാംഗല്യം കൊണ്ടാടുകയാണ്. ഉച്ചയ്ക്ക് തുടങ്ങുന്ന ഗുരുതരക്കൊപ്പം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ താലപ്പൊലിയും കൂടാതെ വൈകിട്ട് മൂട്ടോളി വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന താലപ്പൊലിയും ഉത്സവ ലഹരിക്ക് മാറ്റുകൂട്ടുന്ന ശിങ്കാരിമേളവും ദേവനൃത്തവും ഈ ആഘോഷ വരവിനെ തിളക്കം കൂടും. ക്ഷേത്രത്തെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് ക്ഷേത്ര പ്രസിഡന്റായ രഞ്ജീഷ് പൂവത്തൂരോട് കൂടുതൽ ചോദിച്ചറിയാം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളെന്ന് പറഞ്ഞാൽ വളരെയേറെ പഴക്കം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു 900 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ ഇത് പൂർവികമായിട്ട് ബ്രാഹ്മണരുടെ കൈവശമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ താഴ്വഴിയിലേക്ക് എത്തിപ്പെട്ടതാണ്. ഏകദേശം ഒരു 10-400 വർഷത്തോളം നമ്മുടെ കൈവശത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ വളരെ കൂടുതലുണ്ട്. അപ്പം അച്ഛനും പാപ്പന്മാരും എല്ലാവരും കൂടി ഉണ്ട്. അതിനെ പറ്റിയിട്ട് എന്നെക്കാളും കൂടുതൽ അവർ കുറച്ചും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു തരും. അതിനുശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ പറഞ്ഞത് ബ്രാഹ്മണ സംഗീതമാണ്. ഈ ബ്രാഹ്മണ സംഗീതത്തിൽ ഒരു സന്യാസി അയാൾ ഇങ്ങനെ വെള്ളത്തിൽ ദാഹിച്ച് വന്നു. അപ്പോൾ ഇയാൾ അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ബ്രാഹ്മണ സംഗീതത്തിൽ നിന്ന് അവർ ബ്രാഹ്മണന്മാർ മാറ്റി ഇവിടെ പിന്നെ തീയ സമുദായത്തിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് കാണുമ്പോൾ ആ വെള്ളത്തിൽ ദാഹിച്ച് വന്ന് ഇവിടെ കുറ്റുംപാള കാണും. കുറ്റുംപാള വെച്ചാൽ പണ്ട് ഈ തീയ സമുദായത്തിൽപ്പെട്ടതാണ് ചെത്ത്. അപ്പോൾ ഇയാൾ ആ വെള്ളം വാങ്ങി കുടിച്ചു പോയപ്പോൾ ഇയാൾക്ക് ആ തെറ്റ് പറ്റുക. പിന്നെ അദ്ദേഹം ഇവിടെ സമാധാനമാണ് ഗുരുദേവൻ. ആ ഗുരുവാണ് ഇവിടെയുള്ള ഏറ്റവും അതാണ് ഇവിടുത്തെ ഗുരുദേവന്റെ ചരിത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം പൂവത്തൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? പൂവത്തൂർ തറവാട്ട് പേരാണ്. ബ്രാഹ്മണന്മാരെ ഇതാനെ കൊണ്ട് പൂവത്തൂർ തറവാട്ടിൻ്റെ പേര് പൂവത്തൂർ. അപ്പോൾ അങ്ങനെയാണ് പൂവത്തൂർ അമ്പലത്തിന് പൂവത്തൂർ എന്ന പേര് വന്നത്. ഇവിടെ കാവ് രീതിയിലും ക്ഷേത്ര രീതിയിലും എന്തുകൊണ്ടാണ് ആരാധന നടക്കുന്നത്? ഇവിടെ 1979 ശേഷമാണ് കാവ് രീതിയിൽ നിന്ന് മാറ്റം വന്നത്. അതുവരെ ഇവിടെ പൂവത്തൂർ കാവ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ദേവീൻ്റെ പ്രതിഷ്ഠയും പിന്നെ ശിവൻ്റെ പ്രതിഷ്ഠയൊക്കെ വന്നപ്പോൾ ഈ കാവ് സമ്പ്രദായത്തിന് കൂടെ ക്ഷേത്രം കൂടി പോയി. അങ്ങനെയാണ് പൂവത്തൂർ ക്ഷേത്രം എന്ന് അറിയപ്പെട്ടത്. അത് പ്രശ്നത്തിൻ്റെ സ്വർണ്ണ പ്രശ്നം വെച്ച സമയത്ത് അതിൽ കണ്ട ഇതാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രം പൂവത്തൂർ ക്ഷേത്രം എന്ന് അറിയപ്പെട്ടത്. ഇവിടെ ഗുരുപ്രതിഷ്ഠ എങ്ങനെയാണ്? ഇവിടെ മനുഷ്യനായിട്ടും ഗുരുവായിട്ടും ശിവനായിട്ടും ഒന്നിച്ചുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയത്. പിന്നെ അതിന് ഇടത് ഭാഗത്ത് ഗണപതിയായിട്ടും ഇവിടെ പ്രതിഷ്ഠ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഉള്ളൂ. ഇവിടെ ഭക്തന്മാർക്ക് എങ്ങനെ കാര്യപ്രാപ്തി ഉണ്ടാകുന്നു? ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഏതൊരു ഭക്തനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ട് ഇവിടുന്ന് പോകാറുള്ളൂ. അതുമാത്രമല്ല, ഇവിടെ നേരത്തെ പ്രതിപാദിച്ചല്ലോ, ഇവിടെ ഉത്തമത്തിലും മധ്യമത്തിലും 2 രീതിയിലും സമ്പ്രദായത്തിലും പൂജകൾ നടക്കുന്നുണ്ട്. അപ്പം അതിൽ വളരെ ശക്തനായ മധ്യമദേവന്മാരിൽ പ്രഗത്ഭനായ പൊട്ടൻ ദൈവം അവിടെ വന്നിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപൂജ്യം മധ്യമാണ്. അത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് വൈകിട്ട് എല്ലാ നടകളും അടച്ചതിന് ശേഷമാണ് ഇവിടെ ചെയ്യാറ്. അതുപോലെ തന്നെ മഡ്ഡാനമൂർത്തി, ഗുളികൻ, കുലവൻ, ഭൈരവൻ, കുട്ടിച്ചാത്തൻ എന്നീ മൂർത്തികൾക്കും കൊടുക്കാറുണ്ട്. ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹങ്ങൾ സാധിച്ചാൽ അവൻ്റെ കോലം, പൊട്ടൻ ദൈവത്തിൻ്റെ കോലം, ഇങ്ങനെയുള്ള മറ്റുള്ള കോലങ്ങളെല്ലാം ഇവിടെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉത്തമത്തിൽ ദേവി, നാഗകാളി, ഖണ്ഡാകർണൻ, ശിവൻ എന്നീ കരിയാതൻ, കരുവില എന്നുള്ള മൂർത്തികളെല്ലാവരും എന്ത് കാര്യത്തിനാണോ അവർക്ക് ആവശ്യം, ഉദ്ദേശം, ആ കാര്യങ്ങൾ ഓരോ ഭഗവാനും സാധിച്ചു കൊടുക്കാറുണ്ട്. സന്താനങ്ങളില്ലാത്ത എത്രയോ ഭക്തർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് സന്താനങ്ങളും ആ സന്താനങ്ങൾ ഇവിടെ നടക്കിരുത്തി അവരെ ആഗ്രഹസാഫല്യത്തിൻ്റെ ഫലമായിട്ട് പല നേർച്ചകളും ക്ഷേത്രത്തിലേക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് തിറയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്താറുണ്ട്. നവമി, പിന്നെ മണ്ഡലം 41 ദിവസം ഭക്ഷണങ്ങൾ,
തുടങ്ങി പല രീതിയിലും കാര്യങ്ങൾ, സപ്താഹം എന്നീ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാറുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും, ഒരാൾ പോലും ഇവിടുന്ന് ഈ ക്ഷേത്രത്തിനൊരു ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആരും പറയാറില്ല. എല്ലാ കാര്യങ്ങളും ഈ ഭഗവാൻ, ഇവിടുത്തെ ചൈതന്യം അവർക്ക് കോരി കൊടുക്കാറുണ്ടെന്ന് തന്നെയാണ് എല്ലാ ഭക്തരും നമ്മളോട് പറയാറ്. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അത്ഭുതങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും പൂർവികമായിട്ട് എത്രയോ അത്ഭുതങ്ങൾ, നഷ്ടപ്പെട്ടു പോയ കളവ് മുതലുകൾ തിരിച്ചു കൊണ്ടുവരിക, അവർക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുക, അത് ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഇവിടുന്ന് ഞങ്ങളുടെ കാരണവന്മാരും കോമരങ്ങളും അത് ഏറ്റുവാങ്ങിയിട്ട് അതിനുള്ള അവർ ചെയ്ത തെറ്റുകൾ മാപ്പ് അപേക്ഷിച്ചിട്ട് ചെയ്യുക. അതുപോലെ ഈ കഴിഞ്ഞ ഇതിൽ രാമായണ പാരായണ സമയത്ത് ഇവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ രാമായണ പാരായണം നടത്തുമ്പോൾ ഒരു ഭഗവാൻ ശ്രീരാമൻ്റെ ഫോട്ടോ ദേവിയുടെ മുൻപിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എവിടെ നിന്നും അറിയില്ല, അതായത് സംഭവിച്ച അതിലൊരു ദീപം കെട്ടുപോയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നും അറിയില്ല, ഒരു വാനരൻ പെട്ടെന്ന് വന്നു ആ കെട്ടുപോയ ദീപം നമുക്ക് തെളിയിച്ച് തന്ന്. അങ്ങനെ പല കാര്യങ്ങളും, പക്ഷേ പല സ്ഥലങ്ങളും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചത് ഞങ്ങളുടെ ക്ഷേത്രമുറ്റത്താണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്, വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോസും എല്ലാം ഉണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങളും ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് എത്രയെന്നും പറയാൻ പറ്റില്ല. ഇവിടെ വരുന്ന ഭക്തരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ഷേത്രത്തിലെ ഒരു ഭക്തിയെ നമുക്ക് പരിചയപ്പെടാം. അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും സഫലമായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഞങ്ങൾ ഇവിടെ വന്നേരെ എല്ലാ കാര്യവും സാധിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വീഴാൻ പോവുകയാണെങ്കിൽ അന്നേരം തടഞ്ഞു നിർത്തുന്ന മാതിരി ദൈവം ഞങ്ങളെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാല കെട്ടുന്നതിനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു ഭക്തയാണ്. പിന്നെ സമയമുള്ളപ്പോഴൊക്കെ വരുന്നുമുണ്ട്. ഇവിടുത്തെ പോലെ ഒരു പേര് കേട്ട ദൈവം വേറെ എവിടെയും ഇല്ല എന്ന് പറയാം. എല്ലാ ഭക്തജനങ്ങളെയും ഫെബ്രുവരി 27 ആദരവോടെ പൂവത്തൂർ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.